നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം നേരത്തെ പൂർത്തിയാക്കാൻ BJP. കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ പത്മജ വേണുഗോപാലിനെ തൃശൂരിൽ നിർത്തുമെന്ന സൂചന. MT രമേശും പരിഗണനയിൽ. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ശനിയാഴ്ച ജില്ലയിലെത്തും. UDFനെയും കോൺഗ്രസിനെയും സുനിൽ കനകോലുവിന് പണയം വെച്ചിരിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ദൈവങ്ങളെല്ലാം LDFന്റെ ഭാഗത്താണെന്നും ബിനോയ് വിശ്വം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി മറുപടി പറഞ്ഞതോടുകൂടി പ്രതിപക്ഷത്തിന്റെ എല്ലാ ആരോപണങ്ങളും വീണുടഞ്ഞിരിക്കുകയാണെന്ന് മന്ത്രി MB രാജേഷ്. മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുമെന്നും മന്ത്രി. വാൽപ്പാറയിൽ കാട്ടാനക്കുട്ടി വാട്ടർ ടാങ്കിൽ വീണു. കുടിവെള്ളം സംഭരിക്കുന്ന 12 അടി താഴ്ചയുള്ള ടാങ്കിലാണ് ആനക്കുട്ടി വീണത്. 6 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തമിഴ്നാട് വനം വകുപ്പ് കാട്ടാനക്കുട്ടിയെ കരയ്ക്ക് കയറ്റി. ജില്ലാ കേരളോത്സവത്തിന് തുടക്കമായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് 1500-ലധികം മത്സരാർത്ഥികൾ. വാഴക്കോടുണ്ടായ തീപിടുത്തത്തിൽ കൂട്ടിക്കിടന്നിരുന്ന ക്വാറിയിലെ ഷെഡുകളും ജലനിധി പൈപ്പുകളുടെ ശേഖരങ്ങളും കത്തിനശിച്ചു. അമലയിൽ കഫേയിൽ തീപിടുത്തം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം നേരത്തെ പൂർത്തിയാക്കാൻ BJP. ജില്ലയിലെ സ്റ്റാർ മണ്ഡലമായി തൃശൂർ. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുപ്രധാന യോഗത്തിൽ പങ്കെടുക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാടുകളിൽ ചർച്ചയിൽ തീരുമാനമെടുക്കും. തൃശൂർ ജില്ലയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനും നിതിൻ നബിൻ തുടക്കമിടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിലുണ്ടായ വിജയ തുടർച്ചയ്ക്കായാണ് BJPയുടെ ശ്രമം. A ക്ലാസ് മണ്ഡലങ്ങളിൽ സമവാക്യങ്ങൾ പരിഗണിച്ച് ജയസാധ്യതയുള്ളവരെ രംഗത്തിറക്കാനാണ് തീരുമാനം. ക്രിസ്ത്യൻ വോട്ടുകൾ അനുകൂലമാകുമെന്ന വിലയിരുത്തൽ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രതിഫലിക്കും. കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ പത്മജ വേണുഗോപാലിനെ തൃശൂരിൽ നിർത്തുമെന്നാണ് സൂചന. MT രമേശിന്റെ പേരും പരിഗണനയിലുണ്ട്. പരിചിത മണ്ഡലമാണ് തൃശൂർ എന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പത്മജയ്ക്ക് അനുകൂലമാണ്. 2021 തിരഞ്ഞെടുപ്പിൽ LDF 44,263, UDF 43,317, NDA 40,457 എന്നിങ്ങനെയായിരുന്നു തൃശൂരിലെ കക്ഷിനില. TCV തൃശൂർ. UDFനെയും കോൺഗ്രസിനെയും സുനിൽ കനകോലുവിന് പണയം വെച്ചിരിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സതീശന്റെ യാത്രയുടെ ഉപജ്ഞാതാവ് കനകോലുവാണ്. ദൈവങ്ങളും സത്യവും ധർമ്മവും നീതിയുമെല്ലാം LDFനൊപ്പമാണ്. ഇത്രയും പാരമ്പര്യമുള്ള കോൺഗ്രസിനെ പണം നൽകി ഉപദേഷ്ടാക്കളെ നിയോഗിക്കേണ്ട അവസ്ഥയാണ്. വേറൊരാൾ പണം കൊടുത്താൽ ഈ ഉപദേഷ്ടാവ് അങ്ങോട്ടു പോകും. പുതിയുഗ യാത്രയുടെ പേര് പോലും കനകോലുവാണ് നിർദ്ദേശിച്ചിട്ടുള്ളതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സംസ്ഥാനത്തെ പൂർണ്ണമായും അവഗണിച്ച കേന്ദ്ര ബജറ്റിനെതിരായ പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിനെ വിമർശിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. UDF BJP കൂട്ടുകെട്ടിന്റെ തെളിവാണ് ഇതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. LDF നേതൃത്വത്തിൽ ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് നൽകിയ പുതുക്കാട് സ്വീകരണ ചടങ്ങിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. വിശ്വാസം വിറ്റ് കാശാക്കാനും വിശ്വാസം പറഞ്ഞ് വോട്ട് പിടിക്കാനും LDF ഇല്ലെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. ജാഥ മാനേജർ M സ്വരാജ്, ജാഥാംഗങ്ങളായ CS സുജാത, P വസന്തം, VT ജോസഫ്, KV ബാലസുബ്രഹ്മണ്യൻ, PK രാജൻ, യൂജിൻ മൊറേലി, ഉഴമലയ്ക്കൽ വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി മറുപടി പറഞ്ഞതോടുകൂടി പ്രതിപക്ഷത്തിന്റെ എല്ലാ ആരോപണങ്ങളും വീണുടഞ്ഞിരിക്കുകയാണെന്ന് മന്ത്രി MB രാജേഷ്. രാമനിലയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാറപ്പുറത്ത് ചില്ലുപാത്രം വീണുടഞ്ഞ പോലെയാണ് പ്രതിപക്ഷം. ജനങ്ങളുടെ വിശ്വാസം ഭരണപക്ഷം ആർജിച്ചതുകൊണ്ടാണ് ഒരു അവിശ്വാസം പോലും പ്രതിപക്ഷത്തിന് കൊണ്ടുവരാൻ കഴിയാതിരുന്നത്. ഒരു തട്ടിക്കൂട്ട് കുറ്റപത്രം സമർപ്പിച്ച് പ്രതികൾ വിചാരണയിൽ രക്ഷപ്പെട്ടു പോകട്ടെ എന്നതാണോ പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശമെന്നും മന്ത്രി ചോദിച്ചു. എന്നിട്ടും അതേ പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ
ഈ സർക്കാരിനെതിരെ ഒന്നും അവർക്ക് മറ്റൊന്നും പറയാനില്ല എന്നതും സമ്മതിക്കുന്നത് കൂടിയാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലി പറഞ്ഞു, 5 വർഷം പിന്നിട്ടപ്പോൾ ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിനായില്ല എന്ന് പറഞ്ഞാൽ അവിശ്വാസം രേഖപ്പെടുത്താവുന്ന എന്തെങ്കിലും ഒന്ന് അവതരിപ്പിക്കാനില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ. ഇപ്പോൾ പ്രതിപക്ഷത്തിന് പോലും അവിശ്വാസം രേഖപ്പെടുത്താൻ കഴിയാത്ത ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്നാണ് കാണിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസം അത്രയും ഞങ്ങൾ ആർജിച്ചു എന്നതുകൊണ്ടാണല്ലോ ഒരു അവിശ്വാസ പ്രമേയം പേരിനെങ്കിലും കൊണ്ടുവരാൻ അവർക്ക് കഴിയാതിരുന്നത്. ഏത് നിയമസഭയിലാണ് വിശ്വാസ പ്രമേയം ഇല്ലാതിരുന്നിട്ടുള്ളത്? അപ്പോൾ ശബരിമല സംബന്ധിച്ചുയർത്തിയ എല്ലാ ആരോപണങ്ങൾക്കും ദേവസ്വം ബെഞ്ച് മറുപടി പറഞ്ഞു. മാധ്യമങ്ങൾ ചിലരത് മുക്കിയിട്ടുണ്ട്. തങ്ങൾക്ക് ആവശ്യമുള്ളത് സിംഗിൾ ബെഞ്ച്, ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത സിംഗിൾ ബെഞ്ച് എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ പറഞ്ഞു. മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടികൊണ്ട് അടിച്ചമർത്തുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം. രാജേഷ് തൃശൂരിലെ സംസ്ഥാന എക്സൈസ് അക്കാദമി എക്സൈസ് ആൻഡ് നർക്കോട്ടിക് കൺട്രോൾ ട്രെയിനിംഗ് അക്കാദമിയാക്കി ഉയർത്തുമെന്നും സംസ്ഥാന തലത്തിൽ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ പൂത്തോളിലെ സംസ്ഥാന എക്സൈസ് അക്കാദമിയിൽ എക്സൈസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. അക്ഷരാർത്ഥത്തിൽ എക്സൈസിനും പോലീസിനും ഉരുക്കുമുഷ്ടി കൊണ്ട് തന്നെ അവരെ അടിച്ചമർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് അഭിമാനകരമായ കാര്യമാണ്. ഏറ്റവും ഉയർന്ന ശിക്ഷാ നിരക്കുള്ള സംസ്ഥാനമായിട്ടും കേരളം മാറി. 2016 മുതൽ 26 വരെയുള്ള 10 വർഷത്തെ ശരാശരി എടുത്താൽ ശിക്ഷാ നിരക്ക് 96.37%. മയക്കുമരുന്ന് വെല്ലുവിളിയെ നേരിടാൻ പ്രത്യേകമായ പ്രൊഫഷണലായ ഒരു സംവിധാനം ഉണ്ടാവണം എക്സൈസിനകത്ത് എന്ന് സർക്കാർ കാണുന്നു. എക്സൈസിനെ നവീകരിക്കുകയും എക്സൈസിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഇല്ലാത്ത തരത്തിൽ കേരളത്തിലെ എക്സൈസിൽ നടക്കുകയാണ്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിലും ശിക്ഷാ നിരക്കിന്റെ കാര്യത്തിലും കേരളമാണ് ഏറ്റവും മുന്നിൽ. ഈ സർക്കാരിന്റെ കാലത്താണ് എക്സൈസിൽ ക്രൈംബ്രാഞ്ച് രൂപീകരിച്ചത്. ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച ഗൗരവമുള്ള 16 കേസുകളിൽ 14 കേസുകളും അന്വേഷണ മികവ് കൊണ്ട് ശിക്ഷിക്കപ്പെട്ടു. എന്നിട്ടും കേരളത്തിന്റെ എക്സൈസിനെയും പോലീസിനെയും ഇകഴ്ത്താൻ ശ്രമം നടക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമില്ല. പക്ഷേ കേരളം മയക്കുമരുന്നിന്റെ തലസ്ഥാനമാണെന്ന് ദുരുദ്ദേശത്തോടെയുള്ള തെറ്റായ പ്രചാരണം നടക്കുകയാണ്. ഇത് എക്സൈസ് സേനാംഗങ്ങളുടെ ആത്മവീര്യം കെടുത്തുന്നതും കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നതുമാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. മയക്കുമരുന്നിനെതിരെ കൂടുതൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിലെ എക്സൈസ് അക്കാദമിയെ എക്സൈസ് ആൻഡ് നാർക്കോട്ടിക് കൺട്രോൾ ട്രെയിനിംഗ് അക്കാദമിയായി ഉയർത്തുമെന്നും അതോടൊപ്പം ഒരു നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സംസ്ഥാന തലത്തിൽ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 16 എക്സൈസ് ഇൻസ്പെക്ടർമാരും 71 സിവിൽ എക്സൈസ് ഓഫീസർമാരും 47 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുമാണ് കടുത്ത പരിശീലന കാലത്തിന് ശേഷമുള്ള പാസിംഗ് ഔട്ട് പരേഡിലൂടെ സേനയുടെ ഭാഗമായത്. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാർ, എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. തൃശൂർ സ്റ്റേറ്റ് എക്സൈസ് അക്കാദമിയിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിലൂടെ എക്സൈസ് സേനാംഗങ്ങളായി സഹോദരങ്ങൾ. ആലപ്പുഴ കണിച്ചുകുളങ്ങര സ്വദേശികളായ ചേച്ചിയും അനുജനുമാണ് ഒരേ ദിവസം എക്സൈസ് സേനാംഗങ്ങളായത്. ആലപ്പുഴ കണിച്ചുകുളങ്ങര പേരായിൽ മധുസൂദനൻ മിനി ദമ്പതികളുടെ മക്കളായ അർച്ചനയും അനന്തവുമാണ് ഈ സഹോദരങ്ങൾ. ഇരുവരും കേരള പോലീസിൽ സിവിൽ പോലീസ് ഓഫീസറായി പരിശീലനം നടത്തുന്നതിനിടെയാണ് സിവിൽ എക്സൈസ് ഓഫീസറായി നിയമനം ലഭിക്കുന്നത്. തുടർന്ന് എക്സൈസിൽ ചേർന്ന് പരിശീലനം നേടുകയായിരുന്നു. ഞാൻ 34ാമത് സിവിൽ എക്സൈസ് ഓഫീസർ ബാച്ചിൽ ട്രെയിനിങ്ങാണ്. മെയ് 27 ഇവിടെ ജോയിൻ ചെയ്തതാണ്. എൻ്റെ സഹോദരിയും എന്നോടൊപ്പം തന്നെ ട്രെയിനിങ് ഇവിടെ ജോയിൻ ചെയ്തതാണ്. 16ാമത് സിവിൽ എക്സൈസ് ഓഫീസർ ബാച്ചിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ ട്രെയിനിങ് ഇവിടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയത് വളരെയധികം സന്തോഷം. ഇവിടെ കമ്പാരിറ്റീവ്ലി എനിക്ക് ചേച്ചി ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാനും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഇവിടെ പറ്റുന്നതുകൊണ്ട് വളരെ എളുപ്പമായിട്ട് ചെയ്യും. പിന്നെ ഇവിടെ നല്ലൊരു ട്രെയിനിങ് ആണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ പോലീസിൻ്റെ ട്രെയിനിങ്ങിന് കയറിയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരേ സമയം ഞങ്ങൾക്ക് ഇവിടെ മെയ് 27 സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ട്രെയിനിങ് ലഭിച്ചു. അതെൻ്റെ സഹോദരനോടൊപ്പം ചെയ്യാൻ പറ്റിയത് എൻ്റെ വലിയ ഭാഗ്യമാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ ട്രെയിനിങ് പൂർത്തിയാക്കാൻ പറ്റും. കാർത്തികപ്പള്ളിയിൽ പോസ്റ്റിംഗ് ലഭിച്ച അർച്ചന ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയും വിവാഹിതയുമാണ്. ആർമി ഉദ്യോഗസ്ഥനായ സോനുവാണ് ഭർത്താവ്. ഒരു മകളുമുണ്ട്. പോളിടെക്നിക് ഡിപ്ലോമാധാരിയായ അനന്തു അവിവാഹിതനാണ്. അനന്തുവിന് മാവേലിക്കരയിലാണ് പോസ്റ്റിംഗ് ലഭിച്ചിരിക്കുന്നത്. TCV തൃശൂർ. ഇടവേള.
Ceramic Center. Tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring. Variety range of kitchen sinks. All in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. വാൽപ്പാറയിൽ കാട്ടാനക്കുട്ടി വാട്ടർ ടാങ്കിൽ വീണു. വാൽപ്പാറ വില്ലോണി എസ്റ്റേറ്റിലെ ജീവനക്കാർക്ക് കുടിവെള്ളം സംഭരിക്കുന്ന 12 അടി താഴ്ചയുള്ള ടാങ്കിലാണ് ആനക്കുട്ടി വീണത്. കാട്ടാനക്കൂട്ടത്തോടൊപ്പം എത്തിയ ആനക്കുട്ടിയാണ് അബദ്ധത്തിൽ ടാങ്കിലേക്ക് വീണത്. തമിഴ്നാട് വനംവകുപ്പ് അധികൃതർ 6 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാട്ടാനക്കുട്ടിയെ കരയ്ക്ക് കയറ്റിയത്. കാട്ടാനക്കുട്ടി സമീപത്ത് നിലയുറപ്പിച്ചിരുന്ന ആനക്കൂട്ടത്തോടൊപ്പം കാട്ടിലേക്ക് മടങ്ങി. തൃശൂർ ജില്ലാ കേരളോത്സവത്തിന് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗ്രൗണ്ടിൽ തുടക്കമായി. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, കുന്നംകുളം നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷ ആർഷോ ജിജു, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PI സജിത, PS വിനയൻ, ഷീല ജോർജ്, KR മായ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ഷംസീറ അഷ്റഫ്, MV പ്രശാന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ നഗരം, കുന്നംകുളം, തൃപ്രയാർ എന്നിവിടങ്ങളിലെ വിവിധ വേദികളിലായാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1500 പ്രതിഭകളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. 9-ന് കേരളോത്സവത്തിന് സമാപനമാകും. സമാപന സമ്മേളനം മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്യും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് തൃപ്രയാറിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ P ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രചാരണ കമ്മിറ്റി കൺവീനർ KR സുമേഷ് കുമാർ, ചെയർമാൻ PM നാസർ എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോഷി, AG സുബ്രഹ്മണ്യൻ, RH ഹാരിസ്, TM റഹീം, സിജോ, മേഖലാ പ്രസിഡന്റ് EL ടോണി, കേരള വിഷൻ ഡയറക്ടർമാരായ ഓം പ്രകാശ്, ഡേവിസ് എന്നിവർ സംബന്ധിച്ചു. ഈ മാസം 10, 11 തീയതികളിലാണ് ജില്ലാ സമ്മേളനം.
ഓക്കെ അടുത്ത ആളുവാ തല്ലുപിടിക്കരുതിട്ടാ എല്ലാവർക്കും ഉണ്ട്. അല്ല ഒരു ടീം 5 ആളല്ലേ നിങ്ങൾ എങ്ങനെയാ? ഷാജു ജില്ലാ കമ്മിറ്റിയാ. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരം തൃശൂർ കോർപ്പറേഷന് ലഭിച്ച 3836 അപേക്ഷകൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി. മേയർ ഡോക്ടർ നിജി ജസ്റ്റിന്റെ അധ്യക്ഷതയിൽ വെള്ളിയാഴ്ച ഏക അജണ്ടയുമായി ചേർന്ന പ്രത്യേക കൗൺസിൽ യോഗമാണ് 3836 അപേക്ഷകൾ അംഗീകരിച്ചത്. പിന്നീട് ലഭിച്ച 36 അപേക്ഷകളിൽ നിയമാനുസൃതമായ പരിശോധനകൾക്ക് ശേഷം അംഗീകാരം നൽകും. സേവന സോഫ്റ്റ്വെയർ മുഖേന ലഭിച്ച അപേക്ഷകളിൽ പേര്, ജനനത്തീയതി എന്നിവ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷമാണ് അംഗീകാര നടപടികൾ പൂർത്തിയാക്കിയത്. 35നും 60നും ഇടയിൽ പ്രായമുള്ള ട്രാൻസ് വുമൺ അടക്കമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ഉറപ്പാക്കുന്നതാണ് പദ്ധതി. മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ആനുകൂല്യം ലഭിക്കാത്തവർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. വരും ദിവസങ്ങളിൽ കൂടുതൽ അപേക്ഷകൾ എത്തുന്ന മുറയ്ക്ക് നിയമപരമായ പരിശോധനകൾക്ക് ശേഷം അർഹരായ എല്ലാ അപേക്ഷകർക്കും അംഗീകാരം നൽകുമെന്നും മേയർ വ്യക്തമാക്കി. ഈ മാസം നടക്കുന്ന കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന് LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 13 സീറ്റുകളിലേക്കാണ് ഈ മാസം 22-ന് തെരഞ്ഞെടുപ്പ്. 5 വർഷങ്ങൾക്ക് ശേഷമാണ് ബാങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. UDF തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി RL ജീവൻലാൽ, TK ജയാനന്ദൻ, RL ശ്രീലാൽ, PK വത്സലൻ, VS സജി, AC സനീഷ്, MR അജിത്, അശോകൻ കുനിയത്ത്, CM സാനി, KD ദാമോദരൻ നമ്പൂതിരി, ശ്രീമ രാജീവ്, KK ബാലൻ, മനോജ് പുളിയത്തുപറമ്പിൽ, അഡ്വക്കേറ്റ് സുജില നിധീഷ്, PC രഘു എന്നിവരാണ് നാമനിർദ്ദേശം നൽകിയ LDF സ്ഥാനാർത്ഥികൾ. പത്മശ്രീ പെപ്പീദ സേത്ത് ഇനി ഇന്ത്യയ്ക്ക് സ്വന്തം. കളക്ടറേറ്റിൽ നടന്ന പൗരത്വ രേഖ കൈമാറ്റ ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനിൽ നിന്ന് പെപ്പീദ സേത്ത് പൗരത്വ രേഖകൾ ഏറ്റുവാങ്ങി. തന്റെ 80ാം വയസ്സിൽ ഇന്ത്യക്കാരിയാകുന്നതിൽ അഭിമാനമുണ്ടെന്ന് പെപ്പീദ സേത്ത് പറഞ്ഞു. കേരള സംസ്കാരത്തെയും കലയെയും ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാണിച്ച പെപ്പീദയെ 2012-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. അമല നഗറിൽ കഫേയിൽ തീപിടുത്തം. ചാവക്കാട് സ്വദേശി സുഹൈലിന്റെ ക്യാപിറ്റൽ BBQ പോയിന്റിലാണ് തീപിടുത്തമുണ്ടായത്. അടുക്കള ഭാഗത്തു നിന്നാണ് തീ പടർന്നത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. വാഴക്കോട് വളവിൽ പ്രവർത്തിക്കാത്ത ക്വാറിയിൽ തീപിടുത്തം. ക്വാറിയിൽ സൂക്ഷിച്ചിരുന്ന ജലനിധി പൈപ്പുകൾ കത്തിനശിച്ചു. 60 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തീ ആളിക്കത്തിയതോടെ പ്രദേശം മുഴുവൻ കനത്ത പുക കൊണ്ട് നിറഞ്ഞു. വടക്കാഞ്ചേരിയിൽ നിന്നും ഷൊർണൂരിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വാർത്തകളിലേക്ക് വീണ്ടും. സഞ്ചാരികളെ ആകർഷിച്ച് പുല്ലഴിപ്പാടം. തൃശൂർ നഗരത്തിൽ നിന്ന് വിളിപ്പാടകലെയുള്ള പാടം വ്യത്യസ്തമായ കൃഷികളാലും ശ്രദ്ധേയമാണ്. തൃശൂരിൽ നിന്ന് വിളിപ്പാടകലെ സൂര്യകാന്തിത്തോട്ടവും ഉള്ളിക്കൃഷിയും, ചുറ്റും പച്ചപ്പ്. കാണാം പുല്ലഴിയിലെ വിശേഷങ്ങൾ. തൃശൂർ നഗരത്തിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരം മാത്രം വിശാലമായ പാടശേഖരം. പാടവരമ്പുകളിൽ പൂത്തുലഞ്ഞ് സൂര്യകാന്തിയും ജമന്തിയും ചെണ്ടുമല്ലിയും, ഒപ്പം വിവിധ ഇനങ്ങളിലുള്ള പച്ചക്കറികളും. ഇത്തവണ പക്ഷേ ശ്രദ്ധ നേടുന്നത് ഉള്ളിക്കൃഷിയാണ്. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ഇങ്ങ് തൃശൂരിലും മികച്ച രീതിയിൽ ഉള്ളി വിളവെടുക്കാമെന്നതിന്റെ ഉദാഹരണമാണ് പുല്ലഴിപ്പാടം. പാടവരമ്പിൽ പുല്ല് കയറാതിരിക്കാനും എലിശല്യം ഒഴിവാക്കാനും ഇത്തരം കൃഷി കൊണ്ട് സാധിക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. ഇത്തവണ ഉള്ളിക്കൃഷിയിൽ മികച്ച വിളവാണ് ലഭിച്ചതെന്ന് പുല്ലഴി കോൾപ്പടവ് സംഘം പ്രസിഡന്റ് കോളങ്ങാട്ട് ഗോപിനാഥൻ പറഞ്ഞു. ഇതിനെക്കുറിച്ച് പഠിക്കാനും നിരവധി കർഷകർ പുല്ലഴിയിലെത്തുന്നുണ്ടെന്ന് ഗോപിനാഥൻ പറയുന്നു. കർഷകർക്ക് ഒരു അധിക വരുമാനം എന്നുള്ള രീതിയിലാണ് ഉള്ളിക്കൃഷി, സൂര്യകാന്തി, തണ്ണിമത്തൻ അങ്ങനെയുള്ള പച്ചക്കറി കൃഷികൾ നമ്മൾ നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾ പുല്ലഴി കോൾപ്പടവിൽ നടപ്പിലാക്കുന്നു. പക്ഷേ കൂടുതൽ കർഷകർ ഇതിനു വേണ്ടി രംഗത്ത് വരുന്നുണ്ട്. അതാണ് നമുക്കുള്ള ഏറ്റവും നല്ല ഒരു നേട്ടം. സൂര്യകാന്തി കൃഷി വിളവെടുപ്പിൽ ലഭിക്കുന്ന വിത്തിൽ നിന്നെടുക്കുന്ന എണ്ണ കർഷകന് അധിക വരുമാനമാണ്. ഉള്ളി, തക്കാളി, കപ്പലണ്ടി, മറ്റ് പച്ചക്കറികൾ എന്നിവ വാങ്ങാനും ആവശ്യക്കാരേറെ. പുല്ലഴിയുടെ ദൃശ്യചാരുത കേട്ടറിഞ്ഞ് എത്തുന്നവരും നിരവധി. പുല്ലഴി പകരുന്നത് കാർഷിക പാടം മാത്രമല്ല, ടൂറിസം സാധ്യതകളുടേത് കൂടിയാണ്. ഓരോ ദിവസവും നിരവധി സഞ്ചാരികളാണ് ഈ ചന്തം ആസ്വദിക്കാൻ പുല്ലഴിയിലേക്ക് എത്തുന്നത്. TCUക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീണോടൊപ്പം മുകേഷ് ലാൽ. കുന്നംകുളം പാറേമ്പാടത്ത് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. സ്വകാര്യ ബസും ടൂറിസ്റ്റ് ബസും കാറും സ്കൂട്ടറുമാണ് കൂട്ടിയിടിച്ചത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ് മുന്നിലുണ്ടായിരുന്ന സ്കൂട്ടറിൽ തട്ടാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമായതെന്ന് പറയുന്നു. ഇതോടെ പുറകിൽ വന്നിരുന്ന കാർ ടൂറിസ്റ്റ് ബസ്സിലിടിച്ചു. കാറിന് തൊട്ടുപിന്നാലെ എത്തിയ സ്വകാര്യ ബസ് കാറിലും ഇടിക്കുകയായിരുന്നു. അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിൽ നിന്നും പ്രദർശന സാമഗ്രികളുമായി പോയ ലോറിയിൽ തട്ടി വൈദ്യുതി വിതരണം തകരാറിലായി. മുനയ്ക്കൽ ബീച്ച് ഫെസ്റ്റിൽ പ്രദർശനത്തിനുണ്ടായിരുന്ന അക്വാ ഷോയുടെ സാധനങ്ങൾ കൊണ്ടുപോയ ലോറികൾ തട്ടിയാണ് വൈദ്യുതി കേബിളുകൾ പൊട്ടിയത്. ശബ്ദം കേട്ടുണർന്ന നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് KSEB ജീവനക്കാർ എത്തി വൈദ്യുതി വിച്ഛേദിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് ഏറെ നേരം വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. കഴിഞ്ഞ വർഷം മുനയ്ക്കൽ ബീച്ച് ഫെസ്റ്റ് കഴിഞ്ഞ് പ്രദർശന സാമഗ്രികളുമായി പോയ ലോറി വൈദ്യുതി ലൈനിൽ തട്ടി തീപിടുത്തമുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഒരു 3:30 ആയപ്പോഴാണ് ഇത് പൊട്ടിത്തെറിക്കുന്ന വെച്ചേട്ടോ, ലൈൻ കമ്പി പൊട്ടിത്തെറിക്കുന്ന വെച്ചേട്ടോ. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ നിറയെ പൊക്കമുള്ള ലോറികൾ ബീച്ച് ഫെസ്റ്റിവലിന് വന്നിട്ട് ഈ സാധനങ്ങൾ കൊണ്ട് പോവുകയാണ്. അപ്പോൾ നിറയെ തമിഴന്മാരാണ്, അവർ പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. അങ്ങനെ ഈ സാധനം ലൈൻ പൊട്ടി വീണ്, 2 കമ്പി പൊട്ടി വീണ്. ആ സമയത്ത് നമ്മളെ മത്സ്യത്തൊഴിലാളികളൊക്കെ യാത്ര ചെയ്യുന്ന സമയമാണ്. റോട്ടിൽ മൊബൈലിൻ്റെ ടോർച്ച് അടിച്ച് നിന്ന് അവരെ തടഞ്ഞ് പൊട്ടി വീണിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനാണ് ആദ്യം ഏരിയാട് ഇലക്ട്രിസിറ്റി ബോർഡിൽ വിളിച്ചു പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നു വിട്ടാ, ഫോൺ എടുക്കുകയും ചെയ്ത്. ലാൻഡ് ലൈനിലെ നമ്പറായിരുന്നു, നെറ്റിൽ നിന്ന് എടുത്ത നമ്പറാണ്. കറക്റ്റായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ആൾ വന്ന് ഓഫ് ചെയ്ത്. അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇതെല്ലാ വർഷവും അത് ബീച്ച് ഫെസ്റ്റിവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇതിൻ്റെ സേഫ്റ്റി പരിശോധിക്കുന്നില്ല. ഇതെങ്ങനെ കൊണ്ടുപോകണം, അതാണ് സംഭവം. കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവം പെരുമ്പിലാവ് അൻസാർ വുമൻസ് കോളേജിൽ തുടരുന്നു. 5 വേദികളിൽ 106 ഇനങ്ങളിലായാണ് മത്സരങ്ങൾ. സ്റ്റേജ് തര മത്സരങ്ങൾ പൂർത്തിയായി. ജില്ലയിലെ 65 കോളേജുകളിൽ നിന്നുമായി 3000-ലധികം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് നടക്കും. കഴിഞ്ഞ വർഷം കലോത്സവത്തിൽ സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ ഇത്തവണ കനത്ത പോലീസ് സുരക്ഷയിലാണ് കലോത്സവം നടക്കുന്നത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം സംബന്ധിച്ച് മന്ത്രി MB രാജേഷിനെതിരെ നൽകിയ പരാതിയിൽ നടപടി സ്വീകരിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയതായി അനിൽ അക്കര. ഈ വിഷയത്തിൽ CPM നേതാക്കളും പ്രവർത്തകരും നിരന്തരമായി നടത്തുന്ന നുണപ്രചാരണം നിയമപരമായി തന്നെ നേരിടുമെന്നും അനിൽ അക്കര പറഞ്ഞു. വിവിധ സാമൂഹ്യമാധ്യമങ്ങളിൽ തനിക്കെതിരെ നുണ പ്രചരിപ്പിച്ച 100-ലധികം പേരുടെ പേരും വിലാസവും ഈ കേസിൽ ഉൾപ്പെടുത്തും. പോലീസിന്റെ അന്വേഷണത്തിന് പുറമെ MB രാജേഷിനെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുമെന്നും അനിൽ അക്കര സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചു.
ഉത്രാളിക്കാവ് പൂരത്തിലെ വടക്കാഞ്ചേരി ദേശത്തിന്റെ കാഴ്ചപ്പന്തലിന്റെ കാൽനാട്ടുകർമ്മം നടന്നു. പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പൂരം ചീഫ് കോർഡിനേറ്റർ സുരേഷ് കുമാർ, കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് സതീഷ് കുമാർ, എങ്കക്കാട് ദേശം പ്രസിഡന്റ് സുരേഷ് കുമാർ, ജനറൽ കൺവീനർ PK രാജേഷ്, വടക്കാഞ്ചേരി ദേശം, കുമരനെല്ലൂർ ദേശം, എങ്കക്കാട് ദേശം കമ്മിറ്റിക്കാരും സന്നിഹിതരായിരുന്നു. ചന്ദ്രൻ മിണാലൂരാണ് പന്തൽ ഒരുക്കുന്നത്. പൊട്ടിയ ചില്ലുമായി സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സിനെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. ബസ് മുൻഭാഗത്തെ ചില്ല് പൊട്ടിയിട്ടും സർവീസ് നടത്തിയ തൃശൂർ ചേറ്റുവ റൂട്ടിലോടുന്ന കിരൺ മോട്ടോഴ്സ് ബസ്സിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജുവാണ് പരിശോധന നടത്തി നടപടി സ്വീകരിച്ചത്. കർണാടക ബെല്ലാരിയിൽ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ശ്രീകൃഷ്ണ കോളേജിലെ 30 വിദ്യാർത്ഥികൾ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. അമലയിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഇവരെ പരിശോധിച്ചു. സാരമായി പരിക്കേറ്റ 3 പേരെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. പൂങ്കുന്നം പ്രേംജി റോഡിലെ കാനയിൽ നിന്നുള്ള മലിനജലം കൃഷ്ണ ലൈൻ റോഡിലേക്ക് ഒഴുകുന്നു. ദുർഗന്ധം മൂലം വഴിയിലൂടെ നടക്കാൻ പോലും കഴിയുന്നില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. കാനയിലെ മാലിന്യങ്ങൾ നീക്കി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇനി വാണിജ്യം. ഹോട്ടൽ മാനേജ്മെന്റ് പരിശീലന രംഗത്തെ പ്രമുഖരായ അമലാനഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് സ്റ്റഡീസിലെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ സെറിമണി തൃശൂരിൽ നടന്നു. ഷെഫ് നളൻ ഷൈൻ 23ാമത് ആനുവൽ കോൺവൊക്കേഷൻ സെറിമണി ഉദ്ഘാടനം ചെയ്തു. റാഡിസൺ GM ആൻഡോ തോമസ്, പാചകരാണി രജനി സുജിത്, IHMS പ്രിൻസിപ്പൽ സുധാ ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ MSME അംഗീകാരമുള്ള വൈഗ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന് കീഴിൽ 20ലേറെ വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സ്ഥാപനമാണ് IHMS. ഇവിടെ BSc കാറ്ററിംഗ് സയൻസ് ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ക്രൂയിസ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്നിവയിൽ കോഴ്സുകളുണ്ട്. കൂടാതെ 6 മാസ കോഴ്സായ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കുമായുള്ള ഹ്രസ്വകാല കുക്കറി കോഴ്സുകൾ തുടങ്ങിയവയും വിജയകരമായി നടത്തിവരുന്നു. പഠനത്തോടൊപ്പം ജോലി ചെയ്യാനുള്ള അവസരവും പരിശീലന ശേഷം 100% പ്ലേസ്മെന്റ് സൗകര്യവും വിദേശ രാജ്യങ്ങളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകം തയ്യാറാക്കിയ പാഠ്യപദ്ധതിയും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി 9526855319, 9747800264 എന്നീ നമ്പറിൽ ബന്ധപ്പെടുക. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,090 രൂപ, പവന് 1,12,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം നേരത്തെ പൂർത്തിയാക്കാൻ BJP. കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ പത്മജ വേണുഗോപാലിനെ തൃശൂരിൽ നിർത്തുമെന്ന സൂചന. MT രമേശും പരിഗണനയിൽ. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ശനിയാഴ്ച ജില്ലയിലെത്തും. UDFനെയും കോൺഗ്രസിനെയും സുനിൽ കനകോലുവിന് പണയം വെച്ചിരിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ദൈവങ്ങളെല്ലാം LDFന്റെ ഭാഗത്താണെന്നും ബിനോയ് വിശ്വം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി മറുപടി പറഞ്ഞതോടുകൂടി പ്രതിപക്ഷത്തിന്റെ എല്ലാ ആരോപണങ്ങളും വീണുടഞ്ഞിരിക്കുകയാണെന്ന് മന്ത്രി MB രാജേഷ്. മയക്കുമരുന്ന് മാഫിയയെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുമെന്നും മന്ത്രി.
വാൽപ്പാറയിൽ കാട്ടാനക്കുട്ടി വാട്ടർ ടാങ്കിൽ വീണു. കുടിവെള്ളം സംഭരിക്കുന്ന 12 അടി താഴ്ചയുള്ള ടാങ്കിലാണ് ആനക്കുട്ടി വീണത്. 6 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തമിഴ്നാട് വനംവകുപ്പ് കാട്ടാനക്കുട്ടിയെ കരയ്ക്ക് കയറ്റി. ജില്ലാ കേരളോത്സവത്തിന് തുടക്കമായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് 1500-ലധികം മത്സരാർത്ഥികൾ. വാഴക്കോടുണ്ടായ തീപിടുത്തത്തിൽ പൂട്ടിക്കിടന്നിരുന്ന ക്വാറിയിലെ ഷെഡുകളും ജലനിധി പൈപ്പുകളുടെ ശേഖരങ്ങളും കത്തിനശിച്ചു. അമലയിൽ കഫേയിൽ തീപിടുത്തം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.